ആനന്ദപുരം ഗ്രാമത്തിൽ അഖില വിശ്വ ഗായത്രി പരിവാർ ശാന്തി കുഞ്ച് ഹരിദ്വാറിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 24 കുണ്ട ഗായത്രി മഹായജ്ഞം നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിഇഒയും വൈദ്യരാജ് ഔഷധശാല മാനേജിംഗ് പാർട്ണറുമായ ഡോക്ടർ KS കൊച്ചുമോന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ആനന്ദപുരം ഗ്രാമത്തിൽ മഹായജ്ഞം സംഘടിപ്പിച്ചത്. ഹിന്ദു ധർമ്മത്തിലെ ഏറ്റവും പവിത്രവും പുരാതനവുമായ മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഋഗ്വേദത്തിൽ നിന്നുള്ള ഈ മന്ത്രം വിശ്വാമിത്ര മഹർഷിയാൽ ദർശിക്കപ്പെട്ടതാണ്. ഭൂമി, അന്തരീക്ഷം, സ്വർഗം എന്നീ 3 ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനും സർവാരാധ്യനുമായ സവിതാവിൻ്റെ ആ ദിവ്യമായ പ്രകാശത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ പരമജ്യോതിസ് ഞങ്ങളുടെ ബുദ്ധിയെ നല്ല വഴിക്ക് നയിക്കട്ടെ എന്നാണ് ഈ ദിവ്യമായ മന്ത്രത്തിൻ്റെ അർത്ഥം. സർവചരാചരങ്ങളുടെയും മനുഷ്യരാശിയുടെയും ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി ഈ മന്ത്രം പലകുറി ആവർത്തിച്ചുകൊണ്ട് ആനന്ദപുരം ഗ്രാമത്തിൽ അഖില വിശ്വഗായത്രി പരിവാർ ശാന്തി കുഞ്ച് ഹരിദ്വാറിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗായത്രി മഹായജ്ഞം നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിഇഒയും വൈദ്യരാജ് ഔഷധശാല മാനേജിംഗ് പാർട്ണറുമായ ഡോക്ടർ KS കൊച്ചുമോന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ആനന്ദപുരം ഗ്രാമത്തിൽ മഹായജ്ഞം സംഘടിപ്പിച്ചത്. കാശി ആശ്രമത്തിലെ സ്വാമി മഹാമണ്ഡലേശ്വരം ആനന്ദവനം ഭാരതി മഹാരാജന്റെ അനുഗ്രഹ പ്രഭാഷണത്തോടെയാണ് അതിവിശിഷ്ടമായ യജ്ഞത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന ആദരണ സഭയിൽ ആനന്ദവനം ഭാരതി മഹാരാജ്, സ്വാമി യോഗി മഹേശ്വരാനന്ദ, ബ്രഹ്മശ്രീ ജയരാജ് നമ്പൂതിരി, അഴകം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ ഹരിനാരായണൻ നമ്പൂതിരി, ഏഴിക്കോട് ശശി നമ്പൂതിരി, ET ദിവാകരൻ മൂസ, വല്ലഭൻ നമ്പൂതിരി പാമ്പുമേക്കാട്ടുമന, മുൻ ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് EK വിജയൻ, ഹരിദ്വാർ ഗായത്രി പരിവാർ ആചാര്യൻ ഉമേഷ് കുമാർ ശർമ്മ, അതിരുദ്ര മഹായാഗ ആചാര്യൻ അശ്വിനി ദേവ് തന്ത്രികൾ എന്നിവരെ ആദരിച്ചു. തുടർന്ന് പ്രത്യേകം സജ്ജമാക്കിയ 24 ഹോമകുണ്ഠങ്ങൾക്ക് ചുറ്റിലും 8 പേർ വീതം ഇരുന്ന് മനുഷ്യരാശിയുടെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പവിത്രമായ ഗായത്രി മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. ചുറ്റിലും പ്രാർത്ഥന നിറഞ്ഞ മനസ്സുമായി നൂറുകണക്കിന് ഭക്തരും. ഡോക്ടർ KU ഷാജി ശർമ്മ, ലജ്പത് റായ് കച്ചേലിയ രാജസ്ഥാൻ, അശോക് അഗർവാൾ ഗുജറാത്ത്, ജ്യോതിഷ് പ്രഭാകരൻ കോഴിക്കോട്, ഉണ്ണികൃഷ്ണൻ മലപ്പുറം, VS ജോഷി തൃശൂർ, ജ്യോതിലയൻ കോഴിക്കോട് എന്നിവർ ഗായത്രി മഹായജ്ഞത്തിന് കാർമ്മികരായി. എല്ലാ മനുഷ്യർക്കും സദ്ബുദ്ധി ഉണ്ടാവാനാണ് യാഗം നടത്തുന്നത്. പ്രത്യേകിച്ച് ഗായത്രി ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാവണം തീരുമാനിക്കുന്ന ആൾക്കാര്. ധനവാനാവണോ ധർമ്മക്കാരനാവണോ തീരുമാനിക്കുന്ന നമ്മളാണ്. അതാണ് ഗായത്രി മന്ത്രത്തിന്റെ പ്രസക്തി. 5 പതിറ്റാണ്ടിലേറെ കാലം മുമ്പ് തപോഭൂമിയായിട്ടുള്ള ഹരിദ്വാറിലെ സപ്തർഷി തപസ്ഥാനത്ത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ എന്ന മഹാത്മാവ് തുടക്കമിട്ട മഹാപ്രസ്ഥാനമാണ് ഗായത്രി പരിവാർ, ഗായത്രി കുടുംബം. മന്ത്രമാതാവായ ഗായത്രിയുടെ അനുഗ്രഹം ഈ പുണ്യഭൂമിയിലെ ഓരോ ജീവാത്മാവിനും ജാതി, വർണ്ണ, ലിംഗ ഭേദങ്ങളൊന്നുമില്ലാതെ ഓരോരുത്തർക്കും പകരുന്നതിനായി ആ ശക്തിയെ ഓരോരുത്തരിലും അനുഗ്രഹമായി മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയിട്ട് പൂജ്യ ആചാര്യജിയും മാതാജിയും ചേർന്ന് തുടക്കമിട്ട വളരെ ചെറിയ രീതിയിൽ ഏതാനും പേരിൽ എണ്ണാവുന്ന കുറച്ച് ശിഷ്യരുമായി തുടക്കമിട്ട ഗായത്രി കുടുംബം ഇന്ന് നിരവധി സാധകരും പഠിതാക്കളും ശിഷ്യരുമെല്ലാമായി ലോകമെമ്പാടും പന്തലിച്ച് ഒരു വലിയ തണൽ വൃക്ഷമായി മാറിയിരിക്കുകയാണ്. ചൊല്ലുന്നത് കൊണ്ട് തന്നെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒന്നാണ് ഗായത്രി. നമുക്ക് പുണ്യഫലപ്രാപ്തിയോടൊപ്പം തന്നെ പരിഹാരമായിട്ടും ജപിക്കേണ്ട മന്ത്രമായിട്ട്, ഏറ്റവും വലിയ മന്ത്രമായിട്ട് ഗായത്രിയാണ് കണക്കാക്കുന്നത്. ആ ചൈതന്യം, ഗായത്രി മാതാവിൻ്റെ ചൈതന്യം ഇവിടെ 24 കുണ്ടങ്ങളിലായി നടത്തുന്ന യജ്ഞത്തിലൂടെ നമ്മെയും ഈ ഭൂമിയെയും
സമാജത്തെയും ശുദ്ധീകരിക്കട്ടെ, ശക്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കേവർക്കും ഗായത്രി മാതാവിൻ്റെയും ഗുരുപരമ്പരയുടെയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ ഋഷി പരമ്പരയുടെ എല്ലാ ആശീസ്സുകളും നിങ്ങൾക്കേവർക്കുമായി അർപ്പിക്കുന്നു. നമ്മൾ നന്നായാൽ ലോകവും നന്നാകും, നമ്മൾ മാറിയാൽ ലോകവും മാറും എന്ന മഹത്തായ ആശയത്തോടെ അഖില വിശ്വ ഗായത്രി പരിവാർ ശാന്തികുഞ്ച് ഹരിദ്വാറിന്റെ ആഭിമുഖ്യത്തിൽ ആനന്ദപുരം എന്ന കൊച്ചു ഗ്രാമത്തിൽ നടന്ന 24 കുണ്ഠ ഗായത്രി മഹായജ്ഞം വലിയ ശ്രദ്ധ നേടുകയാണ്. മാനവരാശിക്ക് മുഴുവൻ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു കൂട്ടം സന്യാസ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ ഈ മഹായജ്ഞം അരങ്ങേറിയത്. സന്യാസ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ വേദിയിലേക്ക് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് മഹായജ്ഞത്തിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.